Hey guys, നമ്മുടെ ചാനലിൽ ഒരുപാട് RC പ്ലെയിൻസ് ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ RC പ്ലെയിൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്ത ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഈ flysky കമ്പനിയുടെ ct6b എന്ന് പറയുന്ന ട്രാൻസ്മിറ്റർ ആണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിറ്റർ ആണിത്. ഈ ഒരു ട്രാൻസ്മിറ്റർ പവർ ചെയ്യാനായിട്ട് 12 വോൾട്ട് ആണ് നമുക്ക് ആവശ്യം. അത് നിങ്ങൾ ഈ ട്രാൻസ്മിറ്ററിന്റെ ബാക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 8 AA ബാറ്ററീസ് 1.5 വോൾട്ട് വരുന്ന AA ബാറ്ററീസ് 8 എണ്ണം നമ്മൾ ഇതിലേക്ക് ഇട്ടാൽ മാത്രമേ നമുക്ക് 12 വോൾട്ട് ആവശ്യമായി കിട്ടത്തുള്ളൂ. എങ്കിലേ നമുക്ക് ഈ ഒരു ട്രാൻസ്മിറ്റർ ഫുൾ ചാർജിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ AA ബാറ്ററീസ് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യും. അപ്പോൾ വീണ്ടും നമ്മൾ പുതിയ ബാറ്ററി വാങ്ങിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ബാറ്ററി നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അഡീഷണൽ ആയിട്ട് നമുക്ക് ലിഥിയം അയോൺ ബാറ്ററീസ് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. കാര്യം എന്ന് പറയുന്നത് ലിഥിയം അയോൺ ബാറ്ററീസിന് ചാർജ് ഡെൻസിറ്റി കൂടുതൽ, അതുകൊണ്ട് തന്നെ തോനെ ചാർജ് അതിൽ നിൽക്കും. മാത്രമല്ല ഒരു ബാറ്ററിക്ക് 3.7 ആണ് നോമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ലിഥിയം അയോൺ ബാറ്ററിക്ക്. അപ്പോൾ നമ്മൾ 3 ലിഥിയം അയോൺ ബാറ്ററീസ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 12 വോൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം എന്ന് പറയുന്നത് ഈ ലിഥിയം അയോൺ ബാറ്ററീസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ AA ബാറ്ററീസിൻ്റെ സൈസ് അല്ല. ലിഥിയം അയോൺ ബാറ്ററീസ് വലുതാണ്. ലിഥിയം അയോൺ ബാറ്ററീസിൻ്റെ ഡയമീറ്ററും ലെങ്തും വലുതാണ്. ഒരിക്കലും നമുക്ക് ഈ ഒരു പോർട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു സ്പേസ് കണ്ടെത്തേണ്ടി വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ട്രാൻസ്മിറ്ററിൻ്റെ പുറത്ത് എവിടെയെങ്കിലും 3 ബാറ്ററീസ് ഒട്ടിച്ച് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് ആ ട്രാൻസ്മിറ്ററിൻ്റെ ഒരു ഗ്ലാമറിനെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ബാറ്ററീസിനെ പ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ മറ്റൊരു സ്പേസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ട്രാൻസ്മിറ്ററിൻ്റെ പുറമേ ഉള്ള ലുക്കിനെ ബാധിക്കരുതെങ്കിൽ ട്രാൻസ്മിറ്ററിൻ്റെ അകത്ത് തന്നെ വെക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്മിറ്റർ തുറന്ന് നോക്കാം ഇതിനകത്ത് വെക്കാൻ സ്പേസ് ഉണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അകത്തൊരു ബോർഡും അതുപോലെ തന്നെ ഒരു ചെറിയ പിന്ന് കാണാൻ പറ്റും. ഇത് നമ്മൾ PC ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടാണ്. അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്ന് വരുന്ന 2 വയർ കാണാൻ പറ്റും. ആ വയർ നേരെ ബോർഡിലേക്ക് 12 വോൾട്ട് എന്ന് കാണിച്ചേക്കുന്ന ആ ഒരു പോർഷനിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ട്രാൻസ്മിറ്ററിലേക്ക് പല രീതിയിൽ ബാറ്ററീസ് വെച്ച് നോക്കി, അതായത് ഫിറ്റ് ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് അടയ്ക്ക കൂടി ചെയ്യണമല്ലോ നല്ല രീതിയിൽ. അപ്പോൾ ഫിറ്റ് ആവുമെന്ന് അറിയാൻ വേണ്ടി പല മെത്തേഡ്സ് ട്രൈ ചെയ്ത് നോക്കി, പല പൊസിഷനിൽ വെച്ച് നോക്കി. അങ്ങനെ ഒടുവിൽ ഒരു സൊല്യൂഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു പോർഷനിലെ അടയ്ക്കുന്ന ഈ ഒരു പോർഷൻ്റെ താഴേക്ക് ആയിട്ട് കുറച്ച് പ്രൊജക്ഷൻസ് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് പ്രൊജക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ പ്രൊജക്ഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി വെക്കാനുള്ള ഒരു സ്പേസ് കിട്ടും. എന്നിട്ട് ബാറ്ററി വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലായിട്ട് 2 മൂലയ്ക്കായിട്ട് അടിഭാഗം താഴ്ന്നിരിക്കുന്ന രീതിയിൽ തന്നെ വെക്കണം. ഇല്ലെങ്കിൽ അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരും. ആ രീതി വെച്ച് തന്നെ നമുക്ക് ഒട്ടിക്കണം. പിന്നെ നടുക്കത്തെ ബാറ്ററി ഈ ഒരു പൊസിഷനിലായിട്ട് വെക്കണം. ഇത് ഈ രീതിയിൽ തന്നെ വെച്ചില്ലെങ്കിൽ നമുക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരും. ഗൈസ്, അപ്പോൾ അടുത്തതായിട്ട് ബാറ്ററീസ് എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് അറിയണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ct6bക്ക് ആവശ്യം 12 വോൾട്ട് ആണ്. അപ്പോൾ 12 വോൾട്ട് സപ്ലൈ കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ 3 ബാറ്ററി ഉണ്ട്. നമുക്ക് 3 ബാറ്ററിയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. നമ്മൾ കൊച്ചു ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജിന് ചേഞ്ച് വരും, കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതേസമയം പാരലായിട്ടാണ് നമ്മൾ ബാറ്ററീസ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ ബാറ്ററീസിൻ്റെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും, കറണ്ടിന് ചേഞ്ച് വരും. നമ്മൾ കൊച്ചു ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 3 ബാറ്ററീസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് 3.7 വോൾട്ട് ആണെങ്കിൽ 2 ബാറ്ററി ആകുമ്പോൾ അത് 7.8 സംതിങ് ഒക്കെ വരും. 3 ബാറ്ററി ആകുമ്പോൾ 12 സംതിങ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. 3 ബാറ്ററീസ് ഞാനിവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഫസ്റ്റ് ബാറ്ററിയുടെ ഒരു പോയിന്റിൽ ഞാൻ റെഡ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ബാറ്ററിയുടെ പോസിറ്റീവ് എൻഡാണ്. പോസിറ്റീവ് എൻഡിൽ ഞാൻ റെഡ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് അടുത്ത ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് ഞാനൊരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് ഈ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ആ ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് അടുത്ത ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് ഒരു വയർ യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ നെഗറ്റീവ് എടുത്ത് ഔട്ട്പുട്ടിലേക്ക് കൊടുത്തു. അപ്പോൾ തുടക്കത്തിലുള്ള ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ഔട്ട് എടുത്തു, ഈ ഏറ്റവും അവസാനമുള്ള ബാറ്ററിയുടെ നെഗറ്റീവ് ഔട്ട് എടുത്തു. അതാണ് നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും. എന്നിട്ട് അത് നേരെ കൊണ്ടുവന്ന് നമ്മുടെ ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ചെറിയ പിന്നുണ്ടായിരുന്നു. ആ പിന്നിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തു. നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഡയഗ്രാം വരച്ച് കാണിച്ചു തരാം.
അതിനകത്ത് തന്നെ ഈ ബാറ്ററീസ് ചാർജ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടി ഞാൻ അതിനകത്ത് കാണിച്ചു തരാം. സി ഗൈസ്, ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. 3 ബാറ്ററീസ് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ബാറ്ററിയുടെ നെഗറ്റീവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ നെഗറ്റീവ് ആണ് നമ്മുടെ 12 വോൾട്ടിനുള്ള ഔട്ട്പുട്ട് നെഗറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ആ ബാറ്ററിയുടെ പോസിറ്റീവ് എടുത്ത് അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. ആ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് തൊട്ടടുത്ത ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. ഇങ്ങനെയാണ് സീരീസ് കണക്ഷൻ വരുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാറ്ററി ലാസ്റ്റ് വരുന്ന ബാറ്ററിയുടെ പോസിറ്റീവ് എടുത്ത് ഔട്ട്പുട്ട് ആക്കി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഓരോ ബാറ്ററിയുടെ വോൾട്ടേജ് സമ്മ് ചെയ്ത് നമുക്ക് 12 വോൾട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ചാർജിങ് സർക്യൂട്ട് എന്ന് പറയുന്നത് ബാലൻസ് ചാർജിങ് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ബാറ്ററിയുടെ പോസിറ്റീവ് ലീഡിൽ നിന്ന്, അതായത് ഔട്ട്പുട്ട് എടുത്ത പോസിറ്റീവ് ലീഡിൽ നിന്ന് ഫസ്റ്റ് ലീഡ്, നമ്മുടെ ചാർജിങ് ലീഡിനുള്ള ഫസ്റ്റ് ലീഡ്, പോസിറ്റീവ് ലീഡ് നമ്മൾ എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും കണക്ട് ചെയ്ത ഏതെങ്കിലും ഒരു പോർഷൻ, പോസിറ്റീവ് എൻഡിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വയർ അടുത്ത നമ്മുടെ ലീഡിലേക്ക് പോയി. ഇനി അടുത്ത കണക്ഷൻ്റെ അവിടെ പോസിറ്റീവ് നെഗറ്റീവിൻ്റെ കണക്ഷൻ്റെ അവിടെ നിന്ന് പോസിറ്റീവിൻ്റെ അവിടെ നിന്ന് മറ്റൊരു വയർ എടുത്ത് നമ്മുടെ ചാർജിങ് ലീഡിലേക്ക് കൊടുക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് എടുത്ത് ചാർജിങ് ലീഡിൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ട് എടുക്കുക. ഇപ്പോൾ ഇതൊരു 3S പാക്ക് ആയതുകൊണ്ട് തന്നെ ചാർജിങ് ലീഡിന് 4 വയർ വരും. അപ്പോൾ 4S പാക്ക് ആയിരുന്നെങ്കിൽ ചാർജിങ് ലീഡിന് 5 വയർ വന്നേനെ. അപ്പോൾ ഡയഗ്രത്തിൽ കാണിച്ച പോലെ തന്നെ ഞാൻ ചാർജ് ചെയ്യാനുള്ള വയേഴ്സ് കൂടി ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ചാർജിങ് ടെക്നിക്കാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതേ അപ്പോൾ സംഭവം ഇവിടെ റെഡിയാണ്. ഞാൻ സോൾഡറിങ് ഒക്കെ കാണിച്ച് ബോറടിപ്പിക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതേ നമ്മുടെ ചാർജിങ് ലീഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 4 വയർ വരുന്നുണ്ട്. ഒരു റെഡ് വയർ, അതായത് പോസിറ്റീവ് വയറും വരുന്നുണ്ട്. പിന്നെ ഏറ്റവും അറ്റത്തായിട്ട് നെഗറ്റീവ് വയറും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കിനി അടുത്തായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഈ ബാറ്ററീസ് നമുക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് നമ്മുടെ ഈ ഒരു പോർഷനിലേക്ക് ഒട്ടിച്ചു വെക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പൊസിഷനിലേക്ക് ഒട്ടിച്ചു വെക്കാം. ഈ ഒരു രീതിയിലാണ് ബാറ്ററീസ് വെക്കേണ്ടതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വെച്ച ശേഷം ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ ഞാനിത് ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് ഉണ്ടാക്കിയ ചാർജിങ് ലീഡ് എന്ന് പറയുന്നത് ബാലൻസ് ചാർജിങ് ലീഡാണ്. ബാലൻസ് ചാർജിങ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ബാലൻസ് ചാർജിൽ കണക്ട് ചെയ്താൽ മതി. എൻ്റെ ഇരിക്കുന്ന B3 ചാർജറാണ്. അത് ഒരിക്കലും ആരും യൂസ് ചെയ്യരുത്. B3 ഒന്നും ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. ഒരു B6ൻ്റെ ചാർജറാണ് ബാലൻസ് ചാർജിങ്, പെർഫെക്റ്റ് ബാലൻസ് ചാർജിങ് എന്ന് പറയുന്നത്. സോ B6നകത്ത് ചാർജ് ചെയ്താൽ മതി. പിന്നെ ഇത് ലിഥിയം അയോൺ ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. B3 യൂസ് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ ബാറ്ററീസ് എല്ലാം നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ലീഡ്. അപ്പോൾ ഈ ബാലൻസ് ലീഡ് നമുക്ക് പുറം ഭാഗത്ത് വെക്കണം, അല്ലെങ്കിൽ എന്നാലേ നമുക്ക് ബാറ്ററിയുടെ ചാർജ് തീരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോളിലൂടെ നമുക്ക് ഈ പുറത്ത് ബാറ്ററി പോർട്ടിൻ്റെ ആ ഭാഗത്തായിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. ആ ബാറ്ററി പോർട്ടിൻ്റെ അവിടെ വെച്ചിട്ട് ബാറ്ററി പോർട്ടിൻ്റെ ആ ഒരു സീലുണ്ട്, അടയ്ക്കുന്നൊരു പോർഷൻ ഉണ്ട്. ആ പോർഷൻ വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഇത് കാണത്തോലുമില്ല. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ബാലൻസ് ലീഡ് അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നമ്മുടെ 12 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് വയറാണ്. ഔട്ട്പുട്ടിൻ്റെ ഒരു പിന്നുണ്ട്. ആ പിന്ന് നമ്മുടെ ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. ആ ബോർഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അതുകൂടെ ആകുമ്പോൾ നമ്മുടെ ct6bയുടെ റിപ്പയറിങ് കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടികൾ. നമ്മുടെ ട്രാൻസ്മിറ്ററിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഉടനെ ഒന്നും ചാർജ് തീരത്തില്ല, നല്ലപോലെ ചാർജ് നിൽക്കും. എന്തുമാത്രം കപ്പാസിറ്റി ഉള്ള ബാറ്ററി ആണോ നിങ്ങൾ ഇതിൽ കണക്ട് ചെയ്യുന്നത് അത്രയും ചാർജ് നിൽക്കും. അപ്പോൾ ഞാൻ ഇതിലൊരു 2700 mAh ബാറ്ററി എങ്ങാണ്ട കണക്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും നല്ലപോലെ ചാർജ് നിൽക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനം വരെ കണ്ടവർക്കായിട്ട് ഒരുപാട് നന്ദിയുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും കാണണമെന്ന് ആഗ്രഹമുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.